ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂട്ട് 2 എങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്യുക, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാമെന്ന് കണ്ടു. ഇനി റൂട്ട് 3 മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയില്ല ട്രയാങ്കിൾസിൻ്റെ ഏതൊക്കെ സൈഡ്സ് വന്നാലാണ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 3 ആയിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഇവിടെ ആ ഒരു ട്രയാങ്കിൾ വരയുന്നു. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് റൂട്ട് 2 യൂണിറ്റും ഒരു സൈഡ് 1 യൂണിറ്റും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നോക്കൂ, എ ബി സി എന്നുള്ള നെയിം കൊടുക്കാം. നമുക്ക് വേണ്ടത് എ സി സ്ക്വയർ ആണ്. എ ബി സ്ക്വയറിൻ്റെയും ബി സി സ്ക്വയറിൻ്റെയും സമ്മായിരിക്കും എ സി സ്ക്വയർ. അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ എ ബി റൂട്ട് 2 ആണ് പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ ബി സി 1 സ്ക്വയർ. അപ്പോൾ റൂട്ട് 2 സ്ക്വയറും ഒരുമിച്ച് വന്നപ്പോൾ അത് കട്ടായി 2 ആയി. 2 + 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ 3, എ സി ഈക്വൽ റൂട്ട് 3 എന്ന് കിട്ടും. ഓക്കെ, അതായത് റൂട്ട് 3 നമുക്ക് വരണമെങ്കിൽ റൂട്ട് 2 ആവശ്യമുണ്ട്. അപ്പോൾ റൂട്ട് 3 ആണ് എക്സാമിന് വരുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം റൂട്ട് 2 0ക്കും 1നും ഇടയിൽ കറക്റ്റ് ഇതേ മെഷറിൽ ഇങ്ങോട്ട് ഹൈറ്റും വരച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് വരഞ്ഞിട്ട് റൂട്ട് 2 മാർക്ക് ചെയ്യുക. എന്നിട്ട് റൂട്ട് 2ൻ്റെ അവിടെ എഗെയിൻ നേരത്തെ ചെയ്തതുപോലെ മുകളിലോട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മുകളിലോട്ട് ഒരു ലൈന് കൊടുക്കുക. മട്ട ത്രികോണമാവാൻ വേണ്ടിയിട്ടാണ് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോമ്പസിൽ നിങ്ങൾക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഇവിടെ ഈ ഒരു യൂണിറ്റ് എത്രയായിരുന്നോ 0നും 1നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിസ്റ്റൻസ് ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ കൊടുക്കുക ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും റൂട്ട് 2 ഇത് കറക്റ്റ് ഇതേപോലെ തന്നെ 1 യൂണിറ്റ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് 3 ആയിരിക്കും. ഇനി നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ കോമ്പസിൽ എന്തെടുക്കുക, ഈ ഒരു ഹൈപ്പോട്ടന്യൂസിനെ മെഷർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വരഞ്ഞാൽ ഇവിടെ അതുപോലെ ഇതിനിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരയുക. എനിക്ക് ബോർഡിലായ കാരണം വരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ റൂട്ട് 3 വരുന്നത്. ഇതായിരിക്കും റൂട്ട് 3യുടെ മാർക്കിങ്. അതുപോലെ ഇതായിരിക്കും മൈനസ് റൂട്ട് 3യുടെ മാർക്കിങ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ റൂട്ട് 2 വന്നാലും റൂട്ട് 3 വന്നാലൊക്കെ മാർക്കിങ് കൊടുക്കേണ്ടത്.